റഫി ഫൗണ്ടേഷന്റെ ആൾക്കാരാണ് പരിചയപ്പെടുന്നത്. എല്ലാ വർഷവും മാത്രമല്ല, ഇവർ നമ്മുടെ ടൗൺ ഹാളിൽ നിരന്തരം പരിപാടികൾ സംഘടിപ്പിച്ച് കോഴിക്കോടിന്റെ കലാസ്വാദകർക്ക് ഒരു വലിയൊരു ഞങ്ങൾക്ക് മുഹമ്മദ് റഫിന്റെ പേരിൽ സ്വന്തമായിട്ട് ഒരു റോഡ് ഉള്ളത് ഇന്ത്യയിൽ അത് കോഴിക്കോട്ടാണ്. കോഴിക്കോട് കോർപ്പറേഷൻ തന്നതാണ്. നല്ല വലിയ റോഡാണ് ബീച്ചിനടുത്തുള്ളത്. മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷൻ ഒരു 4 സെന്റ് സ്ഥലം മ്യൂസിയത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഹിന്ദി സംസാര ഭാഷ അല്ലാത്ത സ്ഥലത്ത് ബോംബെയേക്കാളും ഇവിടെ റഫി ആരാധകരുള്ള സ്ഥലമാണ്. ബോംബെയിൽ വരെ ഒരു ചെറിയ ഐലൻഡേ ഉള്ളൂ. പിന്നെ മ്യൂസിയം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അത്രയധികം ആരാധകരുള്ള സ്ഥലത്താണ് റിപ്പോർട്ടർ ചാനൽ രാവിലെ തന്നെ മോർണിംഗ് ഷോയിൽ ഇത് പെടുത്തിയാൽ വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം മുഹമ്മദ് റാഫിയുടെ ആരാധകര് കോഴിക്കോടിന്റെ ബാബുരാജിന്റെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്തൊരു സന്തോഷമാണല്ലോ അല്ലേ? ജയന്ത് ഭായ് ഹിന്ദി ഒരു പാട്ട് പാടണം. മുഹമ്മദ് റാഫിയുടെ 100ാം ജന്മവാർഷികത്തിൽ. ഞാൻ പാട്ടുകാരനല്ല, പക്ഷേ ഈ അവസരത്തിൽ പാട്ടുകാരി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, പേര് പറഞ്ഞാട്ടെ മോളെ. വൈഗ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ആണ്. മുഹമ്മദ് റാഫിയുടെ പാട്ടറിയോ? बार बार दिन ये आए, बार बार दिन ये गाए, तू जिए हजारों साल, है मेरी है आरज़ू. हैप्पी बर्थडे टू रफ़ी साहब, हैप्पी बर्थडे टू रफ़ी साहब, हैप्पी बर्थडे रफ़ी साहब, हैप्पी बर्थडे. വാവ്, ഗ്രേറ്റ്. മുഹമ്മദ് റാഫിയുടെ ജന്മദിനമാണ് നമ്മൾ ബേപ്പൂരിൽ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്തോഷം. അപ്പോൾ ഒരു കാലത്തൊരു തലമുറയുടെ ഇപ്പോഴും അല്ലേ ആ ജീവിതത്തിൽ ആ ഓർമ്മയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അതിന്റെ ഒരു സംഗീതത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുമ്പോൾ അല്ലേ? അതുകൊണ്ടാണ് കോഴിക്കോട് ക്രൈമും കച്ചറിയും അടിപിടിയും ഒന്നുമില്ലാതെ. പാട്ടുള്ളിടത്ത് ക്രൈം ഉണ്ടാവില്ല. ഡെയിലി പാട്ടാണ്. ഡെയിലി പാട്ടാണ്. ഹാപ്പിയാണ്. 10-20 തട്ടുംപുറങ്ങൾ കോഴിക്കോട് സിറ്റി നഗരത്തിലുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ആവശ്യം. കാരണം 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ജോലി കഴിഞ്ഞാൽ എല്ലാവരും സംഗീതത്തിൽ ഏർപ്പെടും. ഇന്ത്യയിൽ ഇതേമാതിരി വേറൊന്നും. ഞാനിപ്പോൾ മൊബൈൽ ലിറ്ററേച്ചർ സിറ്റി കൂടെ അതൊരു മ്യൂസിക്കൽ സിറ്റി കൂടിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മറ്റു ചില നഗരങ്ങളെ എടുത്ത് രണ്ടിനും കോഴിക്കോട് സൂപ്പറാ. അപ്പൊ വൈഗ നമുക്ക് പോയിട്ട് വൈഗ ഏത് ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്? 8th. ഏതാ സ്കൂള്? സിൽവറേജ് പബ്ലിക് സ്കൂൾ. ഐഡിയ സ്റ്റാർ സിംഗറിലാണ് ആദ്യം വരുന്നത് അല്ലേ? ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ യുവജനോത്സവത്തിലൊക്കെ പാടാൻ പോകുന്നില്ലേ? ഓക്കെ. അപ്പൊ വൈഗയുടെ കൂടി ഒരു പാട്ട് കേട്ടാലോ നമുക്ക്? അപ്പൊ വൈഗയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ബേപ്പൂരിലെ മനോഹരമായ കടലിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പാടാം. എനിക്കൊന്ന് ഇങ്ങോട്ട് വന്നാട്ടെ. അപ്പൊ മനോഹരമായ ഒരു ആംബിയൻസ് ഉണ്ട്. വന്നാട്ടെ വൈഗ. അപ്പോൾ വൈഗ ബേപ്പൂർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, അതായത് അനൗദ്യോഗിക ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അപ്പോൾ പാട്ട് കേൾക്കാനുള്ളവർ, കലാപരിപാടികൾ ആസ്വദിക്കാനുള്ളവരൊക്കെ ബേപ്പൂരേക്ക് വരിക. വൈഗയുടെ പാട്ടാണ് ഇനി അടുത്ത ഐറ്റം. യെസ്. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലെ ചിന്നിണം, നീതിമാനിനക്കു തന്നതോ മുൾക്കിരീടഭാരവും, സ്നേഹലോലമായി തലോടാൻ കാൽനഗേന്ദുവിൽ വിലോലം, സ്നേഹലോലമായി തലോടാൻ കാൽനഗേന്ദുവിൽ വിലോലം, നിത്യനായ ദൈവമേ കാത്തിടേണമേ. ഗംഭീരം അല്ലേ? ആ ഫീല് വന്നു. ക്രിസ്മസ് വന്നു കോഴിക്കോടിന്. ക്രിസ്മസിന്റെ ഫീൽ എത്തിക്കഴിഞ്ഞു അല്ലേ? അപ്പം ഹാപ്പി ക്രിസ്മസ് മോളെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടന്നാലോ?
ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ. ഇല്ലില്ല. എങ്ങനെയാ വെക്കേഷൻ ഒക്കെ ചെലവഴിക്കുന്നത്? വെക്കേഷൻ ചേച്ചിയുടെ ഫാമിലിയോടൊപ്പം. ഫാമിലിയോടൊപ്പം യാത്ര വല്ലതും ഉണ്ടോ? ഇതുവരെ ഇല്ല, ഇനി നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടന്നാലോ? ബേപ്പൂര് വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഓ, ഞാൻ ബേപ്പൂരാ വീട്. ബേപ്പൂരാണ് വീട്. തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. ഞാൻ വിചാരിച്ചു മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ തന്നെയല്ലേ? ഇവിടെ തന്നെ. വൈകുന്നേരം ഒക്കെ ഇവിടെ ഗംഭീരല്ലേ? അതെ അതെ. അല്ലേ? അപ്പോ വൈഗയുടെ നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് നടക്കാം. അപ്പം വൈഗ എന്നെ കാണിച്ചു തരണം ഇന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഓക്കെ. ആ സ്ഥലത്തിന്റെ പേരെന്താ? ചാലിയം. അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങോട്ട് പോയിട്ടില്ല. അത് ശരി. ഇവിടെ താമസിച്ചിട്ട് ചാലിയത്ത് പോയിട്ടില്ലേ? ഇല്ല, ഇല്ല. അപ്പൊ ചാലിയത്ത് പോകണം. ഇന്ന് തന്നെ കൊണ്ടുപോകാൻ പറയണം. തൊട്ടപ്പുറത്താണ്. ബേപ്പൂര് പോലെ സുന്ദരമാണ് ചാലിയവും.